ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഡിഷാണ് ക്രിപ്സി ചിക്കൻ ബർഗർ. ക്രിപ്സി ചിക്കൻ ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കൻ വാഷ് ചെയ്തിട്ട് ഒന്ന് ചതച്ച് കൊടുത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങൾ ടൊമാറ്റോ, ഒനിയൻ, ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ മയോണീസ് എടുത്തിട്ടുണ്ട്, ബെന്ന് എടുത്തിട്ടുണ്ട്, നമ്മുടെ ബർഗർ ലെറ്റൂസ് എടുത്തിട്ടുണ്ട്, പിന്നെ ചീസ് എടുത്തിട്ടുണ്ട്, ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രസ്റ്റ് ആൻഡ് ക്രബിൻ്റെ ക്രിപ്സി ചിക്കൻ മിക്സാണ് യൂസ് ചെയ്യുന്നത്. ക്രിപ്സി ചിക്കൻ ഉണ്ടാക്കാനാണെങ്കിലും ഞാൻ ഈ മിക്സ് തന്നെ യൂസ് ചെയ്യാറ്. അതുപോലെ നമ്മുടെ ബർഗർ ഉണ്ടാക്കാനാണെങ്കിലും, ഞാൻ ക്രിപ്സി ബർഗർ ഉണ്ടാക്കാനാണെങ്കിലും ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ്. ക്രിപ്സി ചിക്കൻ്റെ മിക്സ് എടുത്ത് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ചിക്കൻ ഞാൻ ഓൾറെഡി കാണിച്ചു തന്നല്ലോ, റെഡിയാക്കി വെക്കുക. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഒരു കോഴിമുട്ട, 1 കിലോ ചിക്കൻ ആണെങ്കിൽ 2 കോഴിമുട്ട, 1/2 കിലോ ചിക്കൻ ആണെങ്കിൽ 1 കോഴിമുട്ടയും മതിയാവും. ഇതിൽ പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഓംലേറ്റിനൊക്കെ അടിക്കില്ലേ അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. ഇത് നമ്മൾ റെഡിയാക്കണ സമയത്ത് ഇവിടെ ഓയിൽ ഞാനിവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ കോഴിമുട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ആദ്യം കോഴിമുട്ടയിൽ ഡിപ്പ് ചെയ്യുക. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഈ പൊടിയിലേക്ക് നമ്മുടെ ക്രിപ്സി ചിക്കൻ മിക്സിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഈ മിക്സ് ആവണം കേട്ടോ ചിക്കൻ്റെ. അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, നല്ല ചൂടായ എണ്ണയിലേക്ക്. അങ്ങനെ ഞാൻ 2-3-4 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭാഗമായി മൂത്ത് കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം. ചെറു തീയിൽ, നല്ല ഹൈയിൽ തീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതായിട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റാണ്. ഇതെല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മേലേക്ക് ഫസ്റ്റ് ഞാൻ മയോണീസ്, ബെന്നിൻ്റെ മീതെ മയോണീസ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു സൈഡിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ലാറ്റൂസ് വെച്ച് കൊടുക്കാൻ പോകും. ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിന് മീതെ നമുക്ക് ഒനിയൻ വയ്ക്കാം, ടൊമാറ്റോ വയ്ക്കാം. ഇതുപോലെ നമ്മൾ ഒനിയൻ വെച്ച് കൊടുക്കുക. പിന്നെ ടൊമാറ്റോ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ ചീസ്, ഇതിന് മീതെ നമ്മുടെ ചൂട് ചിക്കൻ, ക്രിപ്സി ആയിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഒരു പീസും കൂടി വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഇതിന് മീതെ ചീസും വയ്ക്കുക. ചീസ് വെച്ച് പിന്നെ കുറച്ചും കൂടി വേണമെങ്കിൽ മയോണീസ് ചേർക്കാം. വേണമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്ത്
ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ബന്ന എടുത്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഇത് ഞാനിവിടെ 3 ബർഗർ, ചിക്കൻ ബർഗർ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗറാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സുകൾക്ക്. പിന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചോളൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.